സതീഷ്, കേരള കാർട്ടൂൺ അക്കാദമി സെക്രട്ടറിയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അക്കാദമിയിലെ അംഗങ്ങൾ വരച്ച കാർട്ടൂണുകളുടെ ഒരു പ്രദർശനമാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ബീക്കന്റെ സഹകരണത്തോടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 2019 ഇതുപോലുള്ള എക്സിബിഷൻ സംസ്ഥാനത്തുടനീളം ഞങ്ങൾ നടത്തി. അതൊരു വലിയ വിജയമായിരുന്നു. അതിനെ തുടർന്ന് ഇപ്രാവശ്യം ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഞങ്ങൾ അംഗങ്ങളോട് അവർ വരച്ച പൊളിറ്റിക്കൽ കാർട്ടൂണുകൾ അയച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ ലഭിച്ച 300 കാർട്ടൂണുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട, അത് കേരളത്തിലെ പ്രമുഖ 3 പത്രപ്രവർത്തകരെയാണ് തിരഞ്ഞെടുത്തത്. 80ഓളം കാർട്ടൂണുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് എറണാകുളത്താണ്. അന്ന് ഹൈബി ഈഡൻ, ഷൈൻ ടീച്ചർ, രാധാകൃഷ്ണൻ സാർ, അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർ എന്നിവർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് വർണ്ണശബളമായിരുന്നു. അതിനുശേഷം കോട്ടയത്ത് പ്രസ് ക്ലബ്ബുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ ഇതേ എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഇപ്പോഴേ കോഴിക്കോട് ഇനി അടുത്ത മാസം 1-ാം തീയതി തൊട്ട് 3-ാം തീയതി വരെ തിരുവനന്തപുരം PMG ജംഗ്ഷനിലുള്ള സ്റ്റുഡൻറ് സെന്ററിൽ 1-ാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രി GR അനിൽ, B ശിവൻകുട്ടി എന്നിവർ ഇത് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 3-ാം തീയതി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളുടെ സംഗമവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതും വൻ വിജയമാക്കി തീർക്കാൻ ഞങ്ങൾ ഈ അവസരത്തിൽ തിരുവനന്തപുരം നിവാസികളോട് അഭ്യർത്ഥിക്കുന്നു. വേറൊരു വസ്തുത പറയാനുള്ളത്, കേരള കാർട്ടൂൺ അക്കാദമി ഈ വർഷം മുതൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാർട്ടൂൺ മത്സരം സംഘടിപ്പിക്കപ്പെടുകയാണ്. ടൂൺസ് അനിമേഷനുമായി ചേർന്നാണ് ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നത്. 17 വയസ്സ് വരെയുള്ളവർ ഒരു കാറ്റഗറിയിലും 17 മുതൽ 25 വരെ വയസ്സുള്ളവർ മറ്റൊരു കാറ്റഗറിയിലും എന്ന രീതിയിലാണ് മത്സരം നടത്തുന്നത്. അതിൻ്റെ അയക്കേണ്ട അവസാന തീയതി ഈ 31-ാം തീയതിയാണ്. അതിൽ ഫസ്റ്റ് പ്രൈസ് 10,000, സെക്കൻഡ് 7,500, തേർഡ് 5,000, അങ്ങനെ 2 വിഭാഗങ്ങൾക്കും പ്രൈസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളിൽ കാർട്ടൂൺ വരയ്ക്കുന്ന വാസന വളർത്തുന്ന എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കാർട്ടൂൺ അക്കാദമി ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാർട്ടൂൺ അക്കാദമിക്ക് ഇനി വരും കാലങ്ങളിൽ കുട്ടികൾക്ക് ഇതുപോലെ അനിമേഷൻ കാർട്ടൂൺ ക്ലാസുകൾ എടുക്കണമെന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ഹരിനാരായണൻ, വീക്കെൻഡ് പ്രതിനിധിയാണ്. കേരള കാർട്ടൂൺ അക്കാദമിയായി യോജിച്ച് ഇങ്ങനെ ഒരു പ്രദർശനം നടത്താൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. അതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഇത് എല്ലാം ഇലക്ഷനോട് അനുബന്ധിച്ച് വന്ന കാർട്ടൂണുകൾ, പത്രങ്ങളിൽ വന്ന കാർട്ടൂണുകൾ. ഇത് കാണാൻ പറ്റാത്തവർക്ക് കാണാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നായിരുന്നു ഞങ്ങളുടെയും കാർട്ടൂൺ അക്കാദമിയുടെയും ഉദ്ദേശം. ബീക്കൺ ഇപ്പോഴൊരു ശൈശവ ദിശയിലാണ്. 1 വർഷമായിട്ടുള്ളൂ ബീക്കൺ തുടങ്ങിയിട്ട്. ഒരുപാട് പരിപാടി, 14ാമത്തെ പരിപാടിയാണ് ഇത്. പല സാംസ്കാരിക പരിപാടികളും ഇവിടെ കോഴിക്കോട്ട് നടത്തുന്നുണ്ട്, മേളകളും എല്ലാം നടത്തുന്നുണ്ട്. ബീക്കൺ ഇനിയും ഒരുപാട് പരിപാടി ഇവരൊക്കെ ആയിട്ട് യോജിച്ച് മുന്നോട്ട് പോകാൻ, കോഴിക്കോടിന്റെ സാംസ്കാരിക പൈതൃകം നിലനിർത്തണം എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഇത് നടത്തിയത്. എന്തൊക്കെയായാലും ഇതിൽ വന്നവരോടും ഇതെല്ലാം അതിയായ നന്ദിയുണ്ട്. ഇതൊരു വിജയമാക്കി തീർത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കോഴിക്കോട് വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലില്ല. കാരണം കോഴിക്കോട് വിഷയമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നത്തിന് വളരെ
കേരള കാർട്ടൂൺ അക്കാദമി അതിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാ കാർട്ടൂണിസ്റ്റുകളോടും പറഞ്ഞു, കാർട്ടൂൺ ഈ കാലയളവിൽ വരയ്ക്കുന്ന കാർട്ടൂണുകൾ കാർട്ടൂൺ അക്കാദമിക്ക് അയച്ചു തരണം. അത് പത്രത്തിൽ വന്നതായിരുന്നാലും ശരി, സോഷ്യൽ മീഡിയയിൽ വന്നതായിരുന്നാലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വേണ്ടി വരച്ച കാർട്ടൂണാണെങ്കിലും രാഷ്ട്രീയ കാർട്ടൂണുകൾ അയച്ചു തരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയും അതനുസരിച്ച് വളരെ നേരത്തെ ഒരു പ്രീ പ്ലാനോടുകൂടി എല്ലാ കാർട്ടൂണുകളും നമ്മൾ കാർട്ടൂണിസ്റ്റുകളിൽ നിന്ന് ശേഖരിക്കുകയും 300ഓളം കാർട്ടൂണുകൾ അങ്ങനെ കിട്ടിയതിൽ നിന്ന് കേരളത്തിലെ പ്രമുഖരായ 3 ദിനപത്രങ്ങളുടെ എഡിറ്റർമാർ തിരഞ്ഞെടുത്ത 80-ൽ പരം വരുന്ന കാർട്ടൂണുകളാണ് പ്രദർശനത്തിൽ ലഭിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം ആദ്യമായി എറണാകുളത്ത് വളരെ വർണ്ണശബളമായി നടത്തപ്പെടുകയുണ്ടായി. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് 1-3 തീയതികളിൽ ഇതിന്റെ സമാപനം നടക്കുകയാണ്. അന്ന് മന്ത്രിമാരും അതുപോലെ തന്നെ പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും എല്ലാം പങ്കെടുക്കുന്ന ഒരു വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കാർട്ടൂൺ അക്കാദമി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീക്കൺ എല്ലാ സഹായ സഹകരണങ്ങളിൽ നിന്നും നമുക്ക് നൽകി ഇവിടെയും നമ്മൾ ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമസ്കാരം. നമ്മുടെ സ്വീകരിച്ച് കൃത്യസമയത്ത് തന്നെ എത്തിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം വിവാഹത്തിൽ കോഴിക്കോട് സ്ഥാനാർത്ഥികൾ ശ്രീ എം. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സെക്രട്ടറി എൻ്റെ FPD സഹപ്രവർത്തകനായിരുന്ന ശ്രീ സതീഷ് ഇവിടെ ആമുഖ പ്രഭാഷണം നടത്താൻ വേണ്ടി ഇന്നത്തെ ശ്രീ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കാർട്ടൂണിസ്റ്റുകളെ വരയ്ക്കാനുള്ള സാഹചര്യം നിങ്ങൾ വഴി ചെയ്യണം. അത് ഇപ്പോൾ ഇതുവരെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരൊന്നും കാർട്ടൂണിസ്റ്റ് എല്ലാ ലോകത്തിലൊക്കെ പ്രശ്നങ്ങളായി തുടങ്ങിപ്പോയി. നമ്മുടെ നാട്ടിൽ മാറിയില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ റിക്വസ്റ്റുകൾ എല്ലാവരും ഇപ്പോൾ റിക്വസ്റ്റുകളായിരുന്നു ഉദ്ദേശം. പക്ഷേ അവരെ വന്നില്ല അതുകൊണ്ടാണ് ഭയങ്കര ഉദ്ദേശിക്കുന്നു വരയ്ക്കാനുള്ള സാഹചര്യം. നന്ദി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അനുകൂലിച്ചു വിമർശിച്ചുകൊണ്ടുമൊക്കെ ധാരാളം കാർട്ടൂണുകൾ ആ സന്ദർഭത്തിൽ പ്രസിദ്ധീകരിച്ചു. പക്ഷെ ആ സന്ദർഭത്തിൽ അതെല്ലാം ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥ പലപ്പോഴും സ്ഥാനാർത്ഥികളിൽ നിന്നുണ്ടാകും. പക്ഷെ അതിനുശേഷം ആ കാർട്ടൂണുകൾ കാണാനും അത് ആസ്വദിക്കാനും ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിന് സാഹചര്യമൊരുക്കിയ കേരള കാർട്ടൂൺ അക്കാദമിയെയും കോഴിക്കോട് പ്രാക്ടർ ഈ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ള ബീക്കറിനെയും പ്രവർത്തകന്മാരെയും അതിൻ്റെ ഭാരവാഹികളെയും ആത്മാർത്ഥമായി ആദ്യമേ തന്നെ അഭിനന്ദിക്കുന്നു. കാർട്ടൂൺ എന്നുള്ളത് ഒരു സ്വയം വിമർശനവും നമ്മുടെ മനസ്സിലേക്ക് വെക്കുന്ന കണ്ണാടിയാണ്. അതുകൊണ്ട് കാർട്ടൂണുകളെ, കാർട്ടൂൺ ചിത്രങ്ങളിൽ ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ട്രേഡ് മാർക്ക് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കുറിയെക്കുറിച്ചാണ് സാധാരണ കാർട്ടൂൺ വരക്കുന്നത്. അതായിരിക്കാം. പക്ഷെ കാർട്ടൂൺ കഥാപാത്രമാവുക എന്നുള്ളത് വലിയൊരു അംഗീകാരമാണ്. അത് വിമർശിച്ചാലും കുഴപ്പമൊന്നുമില്ല, പരിഹസിച്ചാലും നമുക്ക് പറയാനുള്ള കാര്യമില്ല. ഇപ്പം മോഡി സർക്കാരിനെ 1 മണിക്കൂർ നേരം വിമർശിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് നിങ്ങൾ കാര്യം. അപ്പോൾ അതിൻ്റെ സ്പിരിറ്റോടുകൂടി, കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് അനുകൂലിക്കാൻ മാത്രമുള്ളതല്ല, വിമർശിക്കാൻ കൂടിയുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഏറ്റവും ആഹ്ലാദകരമായി. ഒരു 10-20 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകന്മാർ തമ്മിൽ സൗഹൃദങ്ങൾ ഉണ്ടാകുമായിരുന്നു, നല്ല ആത്മബന്ധങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഞാൻ ദീർഘകാലം തിരുവനന്തപുരത്ത് ജീവിച്ചൊരാളാണ്. അന്ന് തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെല്ലാവരും ഒരുമിച്ച് പോയി സിനിമ കാണുന്നു. എത്രയോ കാലം മാറാണ്ടി സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ ഏതെങ്കിലും ഒരു BJP-കാർ മാത്രമല്ല ഉണ്ടാകും, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടാകും.
സ്ഥിരമായി സിനിമ കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാകും. ഇന്നൊന്നും നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇപ്പം ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നത് തൈക്കാടായിരുന്നു. വൈകുന്നേരങ്ങളിൽ 15 നിന്ന് ആ വഴിയാണ് നടന്നു പോകുന്നത്. രാത്രി 7 മണിയായാൽ ഗേറ്റ് വിളിച്ചു നിൽക്കും, കഞ്ഞിയുണ്ടോ? കഞ്ഞിയുണ്ടെങ്കിൽ കഞ്ഞി വന്ന് കുടിച്ചിട്ടാണ് പോകുന്നത്. ഒരു CPI നേതാവ് BJP ഓഫീസിലേക്ക് കഞ്ഞി കുടിക്കുന്ന ഇന്നാർക്കും ചിന്തിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു CPM ഓഫീസിൽ BJP നേതാവ് പോകുന്ന ഇന്നാർക്കും ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള കാതലായിട്ടുള്ള മാറ്റം, രാഷ്ട്രീയം എന്നുള്ളത് ആശയപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അതിലുപരി വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് രാഷ്ട്രീയമാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് വ്യക്തിപരമായി ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, കൂട്ടുകെട്ടുണ്ട്, ഇതെല്ലാം ഉള്ള ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ മെല്ലെ മെല്ലെ അതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളൊരു വസ്തുത. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തും എതിരാളികളെ എങ്ങനെയില്ല, കാരണം മുതിർന്ന ആളുകളായിരുന്നു, പരസ്പര സൗഹൃദം ഉണ്ടാകുമായിരുന്നു. ആ സൗഹൃദം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾക്ക് വ്യക്തിപരമായി തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന സൗഹൃദം അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഒരു സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് ഒരു വലിയ ജീവിതാനുഭവമാണ്. ഞാൻ എൻ്റെ 5ാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യം. ദൈവം സഹായിച്ചിട്ട് ഒരു സ്ഥലത്തും ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷേ 5 തെരഞ്ഞെടുപ്പും 5 വ്യത്യസ്തമായ അനുഭവമാണ് എനിക്ക് നൽകിയത്. ഞാൻ എല്ലാ പ്രാവശ്യവും ഒരു സ്ഥലത്തല്ല മത്സരിച്ചത്. തെക്കൻ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്, വടക്കൻ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി പരിസാരിക്കുന്നുണ്ട്. ശങ്കർ വരച്ച കാർട്ടൂണുമായി ബന്ധപ്പെടുന്ന അദ്ദേഹത്തിന് വീട്ടിൽ പോയി അഭിനന്ദിച്ച സമയമുണ്ട്. കാർട്ടൂണുകൾ ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അത് അങ്ങനെ പോയി അഭിനന്ദിക്കാൻ കഴിയൂ. അല്ലാതെ മറിച്ച് കാർട്ടൂൺ കണ്ടാൽ കോപിക്കുന്നവരുമുണ്ട്. പക്ഷെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആസ്വദിക്കാനാണ് ഇഷ്ടമാണ്. അത് ആരോഗ്യത്തിലും നന്നായിട്ട് കൊണ്ടാതിരിക്കുന്നു. സൗകര്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാർട്ടൂണാണ് നിർമ്മിച്ചത്. അത് വലിയ ചർച്ചയായിട്ടുള്ള ഒരു കാർട്ടൂണാണ്. കുട്ടികളുടെ കൈവിനെ പകുതിയും പുറത്ത് കാണുന്നു. അത് വലിയ സൗകര്യത്തും ചർച്ചയായി. അദ്ദേഹം വളരെ ആസ്വദിച്ചതാണ്. അതിന് മിക്കതിനെ കുറ്റം പറയാമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി ഒരു രോഗിയായി കാണാമെന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു സാംസ്കാരിക സാഹിത്യ കലാബോധത്തിൻ്റെ ഒരു പ്രത്യേകതയെ ഞാൻ കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ ആളുകൾക്ക് വരക്കണം എന്നാണ് എന്നോട് വിശ്വസിക്കുന്നത്. ഓരോ ആളെക്കുറിച്ചും ഞാൻ ഓർമ്മയിലുണ്ട് കാർട്ടൂൺ അപ്പോൾ ഗോപികൃഷ്ണൻ വരച്ചു തോന്നുന്നില്ല. ഈ ഒരു വർഷം മാധ്യമങ്ങളിൽ വലിയൊരു വാർത്ത വന്നു. കേരള കാർട്ടൂൺ അക്കാദമി ഒരു ക്ഷണം സ്വീകരിച്ചാണ് ഇവിടെ എത്തിയത്. അത് കലാ സാഹിത്യ സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു തിളങ്ങുന്ന ഭൂമികയായ കോഴിക്കോടത്ത് ബീക്കൺ എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ്. ഈ കോഴിക്കോടിൻ്റെ സാംസ്കാരിക നാഭോമണ്ഡലത്തിൽ തിളങ്ങുവാൻ കാരണം സംസ്കാരം ആരംഭിക്കുന്നത് സഹിഷ്ണുതയുടെ പാതയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ പ്രസംഗിച്ച പലരും പ്രസംഗത്തിലാണെങ്കിൽ പോലും വളരെ സംസ്കാരം പ്രകടിപ്പിക്കുകയുണ്ടായി. സമ്പന്നമാക്കിയ MT രമേശ് അവർക്ക് നാഗാട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും വിളിക്കുന്ന കരീം ഇപ്പം എന്നെ വിളിച്ചിരുന്നു കുറച്ചുകൂടി. അദ്ദേഹം ഫറൂഖിലൊരു പ്രോഗ്രാമിലാണ്. അദ്ദേഹം പറഞ്ഞ് ഇറങ്ങാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള പരിപാടി കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് നമ്മൾ കാത്തു നിൽക്കണ്ട, ഞാൻ നാളെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ലേറ്റാവും. അപ്പോൾ
അദ്ദേഹം അത് അറിയിച്ചിരുന്നു. അദ്ദേഹം ഈ പരിപാടി സമ്പന്നമാക്കി ഇവിടെ ഇത്രയും ഭംഗിയാക്കി ഞങ്ങൾക്ക് വലിയ പേടിയായിരുന്നു. കാരണം ഒന്നാമത് ആൾക്കാർ മഴ പെയ്യുന്ന ആൾക്കാരുടെ ഇവിടെ ടെൻഷനായിട്ട് ഇരിക്കുകയും പരിപാടിയായിട്ട് പ്രിയപ്പെട്ട മഹാരാഷ്ട്ര സാർ, ഞങ്ങളുടെ ഗുരു മഹാരാഷ്ട്ര സാർ, ഈ പരിപാടി ഇത്ര സമ്പന്നമാക്കി വളരെ വിജയകരമാക്കി എല്ലാവർക്കും നന്ദി പറഞ്ഞത് ഞാൻ നിർത്തുന്നു. നന്ദി.